ആലപ്പുഴ പൂച്ചാക്കലിൽ നവജാത ശിശുവിന്റെ മൃതദേഹം രഹസ്യമായി മറവു ചെയ്ത കേസിൽ കുഞ്ഞിനെ ആൺസുഹൃത്തിന് കൈമാറിയത് പ്രസവം നടന്ന 24 മണിക്കൂറിന് ശേഷം. കുട്ടിയെ കൈമാറുമ്പോൾ കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ്. എന്നാൽ കുട്ടി ജനിച്ചയുടൻ കരഞ്ഞിരുന്നുവെന്ന് സോന ഡോക്ടറോട് സമ്മതിച്ചിരുന്നു. ഇക്കാര്യം ഡോക്ടർ പോലീസിനോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേസിലെ നിർണായക മൊഴിയാണിത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഗുഡ് മോർണിംഗ്. ഈ വിഷയം വലിയ രീതിയിൽ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ഇത്തരത്തിൽ കുഞ്ഞിനെ കൊന്ന ശേഷമാണോ, അല്ലെങ്കിൽ കുഞ്ഞിന് ജനിച്ചപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എന്നതൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവസാന വാക്കെന്ന് പറയുന്നത് ഈ യുവതിയുടേതാണ്. എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ കേസുമായി ബന്ധപ്പെട്ട്? അശ്വതി, ഒരുപാട് ദുരൂഹതകളുള്ള ഒരു കേസാണ് ഈ പൂച്ചാക്കലെ കുട്ടിയുടെ മൃതദേഹം, അതായത് നവജാത ശിശുവിന്റെ മൃതദേഹം രഹസ്യമായി മറവ് ചെയ്ത സംഭവം. ഈ കേസിൽ അറസ്റ്റിലാകപ്പെട്ടത് 3 പേരാണ്. ഒന്ന്, ഈ നവജാത ശിശുവിന്റെ അമ്മ സോന, ഒപ്പം തന്നെ ഈ കുട്ടിയുടെ ഈ സോനയുടെ ആൺസുഹൃത്ത് എന്ന് പറയുന്ന കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്യാനായി സഹായിച്ച തോമസ്, ഒപ്പം തന്നെ തോമസിന്റെ സുഹൃത്ത് അശോക്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ തോമസ് ആദ്യഘട്ടം മുതൽ തന്നെ, പോലീസ് പിടിച്ച ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നത് കുട്ടി മരിച്ച നിലയിലാണ് തന്റെ കയ്യിൽ ലഭ്യമായിരുന്നത്. മാത്രമല്ല, തനിക്ക് അതിനെക്കുറിച്ച്, അതായത് ഇത്തരത്തിൽ മറവ് ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ നിയമ കാര്യങ്ങളെ കുറിച്ചോ കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പോലീസ് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലൊക്കെയും പോലീസിന് അക്കാര്യങ്ങൾ ഏറെക്കുറെ അവർക്ക് അത് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ തോമസിനെ, ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖം, ഈ മരണത്തിൽ വളരെ ദുഃഖമുണ്ടായിരുന്നു. ഒപ്പം തന്നെ കുട്ടിയെ മറവ് ചെയ്ത സ്ഥലത്ത് എല്ലാ ദിവസവും, അതായത് ഈ പോലീസ് അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ തകഴിയിലെ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു തോമസ് ഉണ്ടായിരുന്നത്. ഈ തകഴിയിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നത് തന്നെ ഈ കുട്ടിയുടെ മൃതദേഹം കൊണ്ടുവന്ന് മറവ് ചെയ്ത സ്ഥലത്ത് എല്ലാ ദിവസവും പോവുകയും, കൊല്ലനോടി പാടശേഖരത്തിന്റെ ആ വരമ്പിൽ പോയി എല്ലാ ദിവസവും അവിടെ നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിൽ വികാരാധീനായ ഒരു ആളായിട്ടാണ് തോമസ് ചോദ്യം ചെയ്യൽ ഘട്ടത്തിലുമൊക്കെ പോലീസ് കണ്ടത്, ഈ കുട്ടിയുടെ മൃതദേഹം എടുക്കുന്ന ഘട്ടത്തിലുമൊക്കെ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിന്റെ രഹസ്യങ്ങളെല്ലാം അറിയാവുന്നത് ആ പെൺകുട്ടിക്ക്, ആ യുവതിക്ക് തന്നെയാണ്. അവർ ആണ് ഇക്കാര്യങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തേണ്ടത്. ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം വന്നിട്ടുള്ള വിവരമെന്ന് പറയുന്നത് കുട്ടിയുടെ ശരീരം പൂർണ്ണമായും ജീർണാവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ്. അതിലാണ് ഏറ്റവും നിർണായകമായ ഒരു വിവരം നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അതായത് അന്വേഷണ സംഘം കണ്ടെത്തിയത് പ്രസവം നടക്കുന്നത് 7-ാം തീയതി പുലർച്ചെ 1:30-ക്കാണ്. ആ 1:30-ക്ക് പ്രസവം നടക്കുന്നുണ്ടെങ്കിൽ കുട്ടിയെ കൈമാറുന്നത് പിറ്റേ ദിവസം 8-ാം തീയതി പുലർച്ചെയാണ് എന്നുള്ള നിർണായകമായ വിവരമാണ്. അതായത് ഒരു ദിവസത്തിന് ശേഷമാണ് കുട്ടിയെ കൈമാറിയത്, സോന കൈമാറിയത് തോമസിന് എന്നുള്ളതാണ്. അതായത് തോമസിന്റെ കയ്യിലേക്ക് കുട്ടിയെ കിട്ടുമ്പോൾ കുട്ടിക്ക് തോമസിനെ അറിയിച്ചതുപോലെ തന്നെ കുട്ടി മരണപ്പെട്ടിരുന്നു എന്നുള്ള വിവരം തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ കുട്ടിയെ കൈമാറുന്നതിന് മുമ്പുള്ള മണിക്കൂറുകൾ കുട്ടിയെ എവിടെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ പ്രസവശേഷം ഈ പൊക്കിൾക്കൊടി അടക്കം മുറിച്ചിരിക്കുന്നത് സർജിക്കൽ ബ്ലേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. ഫോറൻസിക് പഠന ബിരുദധാരിയാണ് ഈ സോന. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രിപ്പറേഷൻ, അതായത് ഈ കുട്ടിയുടെ ഈ പ്രസവം എന്നുള്ളത് ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർ പറഞ്ഞത് പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടിയായിരുന്നു പ്രസവിച്ചത് എന്നുള്ളതാണ് ഡോക്ടർ ഫോറൻസിക് വിഭാഗം അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് ഈ പൊക്കിൾക്കൊടി മുറിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെ മുറിച്ചിട്ടുള്ള ഒരാൾ ആ പൊക്കിൾക്കൊടി ടേപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് രക്തം വാർന്നു പോകാത്ത രീതിയിൽ എന്തെങ്കിലും നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ പ്രസവത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് സോനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൃത്യമാണ്. മാത്രമല്ല, ഈ കുട്ടിയെ സൂക്ഷിച്ചിരുന്നു, അതാണ് ഏറ്റവും നിർണായകവും ദുഃഖകരവുമായ കാര്യം. അതായത് ഈ കുട്ടിയെ പ്രസവശേഷം സൂക്ഷിച്ചിരുന്നത് ആദ്യം ടെറസിന്റെ സൺഷെയ്ഡിൽ, അത് കഴിഞ്ഞുള്ള മണിക്കൂറുകൾ, അതായത് ആ കുട്ടി ആ ടെറസിന്റെ കവറിൽ, ടെറസിന്റെ മുകളിലായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം സൺഷെയ്ഡിൽ നിന്നും കുട്ടിയെ എടുത്ത സ്റ്റെയർ കേസിന്റെ അടിയിൽ തോമസ് വരുന്നത് വരെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിധത്തിലും ആ കുഞ്ഞിനെ കരുതുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഏറ്റവും നിർണായകമായ മൊഴിയാണ് അത്. ഈ സോന ഈ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഘട്ടത്തിൽ അവിടുത്തെ എറണാകുളം സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജി ഡോക്ടറോട് വെളിപ്പെടുത്തിയ കാര്യമാണ്. കുട്ടി എവിടെ എന്നുള്ള ചോദ്യത്തിന് ആദ്യം കുട്ടി മരിച്ചുപോയി, കുട്ടി അമ്മ തൊട്ടിൽ ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. പിന്നീട് അവരുടെ ചോദ്യം ചെയ്യൽ കുട്ടി മരിച്ചുപോയി എന്ന് പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോന പറഞ്ഞ ഒരു വരിയാണ്. അതായത് കുട്ടി പ്രസവശേഷം കുട്ടി കരഞ്ഞിരുന്നു എന്നുള്ള മൊഴി ഡോക്ടറോട് പങ്കുവച്ചിട്ടുണ്ട്. അത് ഈ കേസിൽ ഏറ്റവും നിർണായകമായ മൊഴിയാണ്. കാരണം ഈ കുട്ടി ജീവനോടെ ഉണ്ടായിരുന്നുവെന്ന് അമ്മ തന്നെയാണ് ഡോക്ടറോട് പറഞ്ഞിരിക്കുന്നത്. ആ മൊഴി ഈ കേസിൽ, കാരണം
നമുക്കറിയാം മറ്റു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഫോറൻസിക് വിഭാഗത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് ഈ കുട്ടിയെ എത്തുമ്പോൾ ഈ ടെറസിന്റെ മുകളിലും ഒക്കെ വെച്ചിരുന്ന കുഞ്ഞായിരുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ജീർണാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ആ രീതിയിൽ ഫോറൻസിക് വിഭാഗത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ പൂർണ്ണ വളർച്ച നേടിയ കുട്ടിയായിരുന്നു അത് എന്നുള്ളത് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ കുട്ടിയെ ഈ കൈമാറുന്ന സമയത്ത് ഇത്രയധികം ഒരു സമയ വ്യത്യാസം തോമസിന് കൈമാറുന്ന സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇനി സാഹചര്യ തെളിവുകളുടെയും മറ്റ് അന്വേഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസിന് ഈ കേസിൽ മുന്നോട്ട് പോകാൻ കഴിയുക. അതിൽ ഈ മൊഴി ഡോക്ടറോട് സോന ആദ്യം സമ്മതിച്ച കുട്ടി കരഞ്ഞിരുന്നു എന്നുള്ള മൊഴി വളരെ നിർണായകമാണ്. ആ മൊഴിയാണ് ആ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് വിടുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആദ്യഘട്ടം മുതൽ തന്നെ തോമസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കുഞ്ഞ് മരിച്ചതിൽ തനിക്ക് അതീവ വിഷമമുണ്ട്. ആ കുട്ടിയെ അവിടെ നിന്ന് പുറത്തെടുക്കുന്ന ഘട്ടത്തിലുമൊക്കെ ആ ചെറുപ്പക്കാരൻ വലിയ തോതിൽ അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നു. തന്റെ കയ്യിലേക്ക് മരിച്ച കുട്ടിയെയാണ് കിട്ടുന്നത്, മരണപ്പെട്ടു എന്നുള്ളത് മാത്രമേ അറിയൂ. മറവ് ചെയ്യുന്ന കാര്യത്തെ സംബന്ധിച്ച് തനിക്ക് നിയമപരമായ അതിന്റെ വശങ്ങളെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. അവരൊരു സ്വകാര്യമായ ഒരു രീതിയിൽ അത് ചെയ്തു. പക്ഷെ അത് വളരെ വലിയൊരു കുറ്റമാണ്. അത്തരത്തിൽ കുട്ടിയുടെ മൃതദേഹം ആ രീതിയിൽ മറവ് ചെയ്തതിലും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും ഒക്കെ ഇവർക്കെതിരെ കേസുണ്ട്. ഇവർ രണ്ടുപേരും, അശോക് ആണെങ്കിലും തോമസ് ആണെങ്കിലും, അവർ രണ്ടുപേരും റിമാൻഡിലാണ്. പക്ഷേ സോന ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിലാണ്, ബാധയെ തുടർന്ന് ചികിത്സയിലാണ്. സോന ഇതുവരെ വിശദമായി ചോദ്യം ചെയ്യാനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് ഉടൻ തന്നെ പോലീസ് പോകുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ സോന പറഞ്ഞ ഈ നിർണായക മൊഴി അതുതന്നെയാണ് കേസിൽ ഏറ്റവും പ്രധാനം. ഈ കൊലപാതകം നടന്നിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള ഒരു മൊഴിയാണ്, അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള മൊഴിയാണ് ഈ സോന ഡോക്ടറോട് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞ് കരഞ്ഞു എന്ന് പറയാം. അപ്പൊ കുഞ്ഞിന് ജനിച്ചപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു, മരിച്ചല്ല കുഞ്ഞിനെ ലഭിച്ചത് കയ്യിലേക്ക്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്, അതാണ് ഇനി അറിയേണ്ടത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോഴും പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. കേസിന് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും ഒപ്പം തന്നെ മൃതദേഹം അറിയിക്കാതെ രഹസ്യമായി മറവ് ചെയ്തതിനുമാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ കേസിൽ ഇങ്ങനെ ഒരു നിർണായക മൊഴിയുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ആദ്യഘട്ടത്തിൽ സോന ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന രക്തസ്രാവവും അണുബാധയുമായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഘട്ടത്തിൽ ഡോക്ടറോട് ഈ കുട്ടി കരഞ്ഞിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘവും കരുതുന്നത് പ്രസവ സമയത്ത് കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് അന്വേഷണ സംഘവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും ഈ കേസിനകത്ത് ഈ തോമസിനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസ് മനസ്സിലാക്കുന്നത് തോമസിന് ഗർഭാവസ്ഥയെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പ്രസവ ശേഷം അതായത് ഈ സോനയും അക്കാര്യം പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. താൻ ഗർഭിണിയായിരുന്നു എന്നുള്ള വിവരം തോമസിന് അറിവുണ്ടായിരുന്നില്ല, അത് ആൺ സുഹൃത്തായ തോമസിന് അറിവുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം സോനയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഒരേ മൊഴി തന്നെയാണ് പോലീസ് നൽകിയിട്ടുള്ളത്. ഈ പ്രസവ ശേഷം മാത്രമാണ് സോന വിളിച്ച് തോമസിനെ അറിയിക്കുന്നത് താൻ ഇങ്ങനെ പ്രസവിച്ചു, അത് ഇത്തരത്തിൽ ആണ് തോമസിന് ആ കുട്ടി ആൺസുഹൃത്തായ തന്റെ പ്രസവം കഴിഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞു. ആ സമയത്ത് മാത്രമാണ് ഈ സംഭവം തോമസ് അറിയുന്നത് എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ്, ആ ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് അന്വേഷണ സംഘം പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇത് മറച്ചു വെച്ചത്, അതായത് ഈ ഗർഭാവസ്ഥയെ സംബന്ധിച്ച്, കാരണം തോമസും സോനയും ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറെടുത്തിരുന്ന ആളുകളാണ്. അവരുടെ കുടുംബങ്ങൾക്കടക്കം ഈ ബന്ധമറിയാം. വിവാഹിതരാകുന്നതിന് യാതൊരു പ്രശ്നവുമില്ലായിരുന്നൊരു ഇടമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു രഹസ്യ സ്വഭാവം ഇതിനെ സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും കുട്ടിയുടെ DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ പോലീസ് അത്തരം പ്രൊസീജിയറുമായിട്ടും ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. എങ്കിൽ പോലും ഇതിനകത്ത് ഈ ദുരൂഹമായ കുറെ രഹസ്യങ്ങൾ ഈ കുട്ടി സൂക്ഷിച്ചിരുന്നു, യുവതി സൂക്ഷിച്ചിരുന്നു എന്നുള്ള 22 വയസ്സാണുള്ളത്, ഈ യുവതി സൂക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല. കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോലീസിന് കടക്കേണ്ടതുണ്ട്. ഈ 2-3 സാധ്യതകൾ അതിനകത്തുണ്ട്. അതായത് ഈ കുട്ടിയുടെ പ്ലാസിന്റെ മുറിച്ച സമയത്ത് പോലും പൊക്കിൾക്കൊടി മുറിക്കുക, പ്ലാസിന്റെ എല്ലാ പൊക്കിൾക്കൊടി മുറിക്കുന്ന സമയത്ത് പോലും അത് മുറിച്ചതല്ലാതെ അത്തരത്തിൽ ഒരു ബ്ലീഡിംഗ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കുട്ടിയെ കിട്ടുമ്പോൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പൊക്കിൾക്കൊടി ടേപ്പ് ചെയ്യുകയോ അത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല ഈ കുട്ടി, നമുക്കറിയാമല്ലോ, ഒരു നവജാത ശിശു ജനിച്ചാൽ തന്നെ അതിന് കൊടുക്കേണ്ട പ്രാഥമികമായ കുറെ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ ഉള്ളത്. ഒപ്പം തന്നെ ഈ രീതിയിൽ, അതായത് കുട്ടിയെ മറ്റൊരു രീതിയിൽ ഏറ്റവും ക്രൂരമായി നമുക്ക് തോന്നിയത് കുഞ്ഞിനെ ടെറസിന്റെ സൺഷെയ്ഡിൽ കുഞ്ഞിനെ കവറിൽ സൂക്ഷിച്ചിരുന്നു.
പിന്നീട് സ്റ്റെയർ കേസിന്റെ അടിയിലേക്ക് കൊണ്ടുവച്ചു. ഒരു ദിവസം മുഴുവൻ ആ കുട്ടി അങ്ങനെയായിരുന്നു. മൃതദേഹമാണോ അതോ ജീവനോടെ ഉണ്ടായിരുന്ന കുട്ടിയാണോ നമുക്കറിയില്ല. പക്ഷേ കുഞ്ഞു കരഞ്ഞിരുന്നു എന്നുള്ളൊരു നിർണായകമായ മൊഴി ഈ യുവതിയുടെ ഭാഗത്ത് നിന്ന് ഡോക്ടറോട് ഉണ്ടായിട്ടുണ്ട്. അശ്വതി. ശരി, ശരണ്യ സ്നേഹജനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.